ഉല്ലാസ് ബാബു അങ്ങുകൂടി കേൾക്കാനാണ്. അങ്ങ് ഒരുപക്ഷെ ആ ഓർഡർ വായിച്ചിട്ടുണ്ടാകും. കന്യാസ്ത്രീകൾക്ക് മുൻകാല കുറ്റകൃത്യമില്ല. കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടോ എന്നൊരു സംശയം മാത്രമാണ് ഈ കേസെടുക്കാൻ പര്യാപ്തം. മതപരിവർത്തനത്തിനോ മനുഷ്യക്കടത്തിനോ അല്ല കന്യാസ്ത്രീകൾക്കൊപ്പം യുവതികൾ പോയത്. ഇക്കാര്യം യുവതികളുടെ മാതാപിതാക്കളുടെ സത്യവാങ്മൂലത്തിൽ നിന്ന് വ്യക്തം. കന്യാസ്ത്രീകൾക്കൊപ്പം ഉണ്ടായിരുന്ന രണ്ടുപേർ കുട്ടിക്കാലം മുതൽ ക്രിസ്തുമത വിശ്വാസികൾ. കുറ്റകൃത്യം നിലനിൽക്കുമോ എന്നത് വിചാരണ വേളയിൽ പരിശോധിക്കട്ടെ എന്ന് കോടതി. ഇതാണ് ഉല്ലാസ് ബാബു ഇന്ന് വിധിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗം. ദൈവത്തെ തന്നെ തടങ്കലിലടച്ച 9 ദിനങ്ങൾ കടന്നു പോകുന്നു. അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, ഇവരെ തടങ്കലിലാക്കിയത് ഛത്തീസ്ഗഡിലെ BJP സർക്കാരിൻ്റെ പോലീസാണ്. ജാമ്യം ആദ്യം നിഷേധിച്ചത് ഛത്തീസ്ഗഡിലെ BJP സർക്കാർ പറഞ്ഞത് പ്രകാരം പ്രോസിക്യൂഷനാണ്. പിന്നീട് LIA കോടതിയിലേക്ക് മാറ്റിയതിന് പിന്നിലും അതേ ഛത്തീസ്ഗഡ് സർക്കാരിൻ്റെ പ്രോസിക്യൂഷനാണ്. ഇപ്പോൾ ഇതാ ജാമ്യം ആദ്യം നിഷേധിക്കില്ല എന്ന് പറഞ്ഞിട്ടും ഇന്നലെ ഫോർമലായ ഒരു ഒബ്ജക്ഷൻ കൊടുത്തതും അതേ പ്രോസിക്യൂഷനാണ്. ഇപ്പോൾ ഈ കോടതി വിധി വായിക്കുകയാണെങ്കിൽ ഒരു തെളിവുമില്ലാത്ത ഒരു കേസിൽ സ്വാഭാവികമായി ജാമ്യം കിട്ടിയവർ പുറത്തു വരുമ്പോൾ നമ്മൾ അതിനെ ക്രെഡിറ്റ് എടുക്കുന്നത് ശരിയാണോ അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു? രണ്ട് മൂന്ന് കാര്യങ്ങൾക്ക് വിശദമായിട്ട് മറുപടി പറയാനുണ്ട്. ഒന്ന്, തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള വാക്കുകൾ മനോഹരമായി ചില്ലുകൂടാരത്തിലിരുന്ന് പറഞ്ഞാൽ അത് തെറ്റിദ്ധാരണാജനകമാകാതിരിക്കില്ല എന്ന യാഥാർത്ഥ്യം ബഹുമാനനായിട്ടുള്ള അങ്ങയോട് ഞാനൊന്ന് ഓർമ്മിപ്പിച്ചോട്ടെ. ഞാൻ ചോദിച്ചോട്ടെ, 2021 ഇതേ സ്ഥലത്ത് 5 പള്ളിയിലച്ചന്മാരെ ജയിലിലേക്ക് 11 മാസം വിട്ടപ്പോൾ ഭരണഘടന ജയിലിലടയ്ക്കപ്പെട്ടതായിട്ട് അരുൺകുമാറിന് തോന്നിയില്ല? അത് നിങ്ങൾ മാധ്യമപ്രവർത്തന രംഗത്തുണ്ടായിരുന്നല്ലേ? 2022 തൃശ്ശൂരിൽ 2 കന്യാസ്ത്രീകൾക്കെതിരെ ഇതേ സംഭവം ഉണ്ടായി. വിചാരണ പോലും കൂടാതെ നിരുപാധികം വിട്ടയച്ചപ്പോൾ പിണറായി വിജയൻ്റെ പോലീസ് എടുത്തത് കേസ് അത് ഭരണഘടന ജയിലിലടയ്ക്കപ്പെട്ടതായിട്ട് നിങ്ങൾക്ക് തോന്നിയില്ല? അപ്പം നിങ്ങൾക്ക് അതൊന്നും തോന്നാതെ ഇത് തോന്നുകയും ചെയ്യുന്ന സെലക്റ്റീവ് മാധ്യമ സ്വഭാവം ഉണ്ടല്ലോ. ബഹുമാനായ അരുൺകുമാർ, നിങ്ങളോട് ഞാൻ ഒരു കാര്യം ചോദിക്കുന്നു. ഛത്തീസ്ഗഡ് സർക്കാരിൻ്റെ ഒരു കേസ് ആദ്യം ബെയിലിൽ മൂവ് ചെയ്യുന്ന സമയത്ത് തന്നെ വളരെ കൃത്യമാണ് ഈ കേസ്, പ്രത്യേകിച്ച് നാരായൺപൂർ ജില്ലയിലുള്ള ഈ കാര്യം അത് NIAയുടെ 2019 തീരുമാനപ്രകാരം അത് NIA കോടതിയിൽ തന്നെയാണ് പരിഗണിക്കപ്പെടേണ്ടത്. NIA കോടതി അത് പരിഗണിച്ചു. അത് സ്വാഭാവികമായിട്ടൊരു കാര്യം. മാധ്യമപ്രവർത്തകർ മാധ്യമപ്രവർത്തനത്തിൻ്റെ ഭാഷ വിട്ടുകൊണ്ട് BJPക്ക് നേരെ ഒരു അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ ചില നേതാക്കന്മാർ കൂടി ഉണ്ടാക്കിയിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായി 3-4 ദിവസമായി നിങ്ങളിവിടെ കാട്ടിക്കൂട്ടിയ വൈകാരിക പ്രകടനങ്ങൾ എന്ന് പറയപ്പെടുന്ന തട്ടിപ്പ് എന്തൊക്കെയായിരുന്നു? നിങ്ങൾ എന്തിനാണ് BJP ഇതിനകത്ത് വലിച്ചയച്ചു കൊണ്ടുവന്നത്? എന്താണ് BJP സർക്കാർ ഭരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അവിടെ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു കേസെടുക്കുന്ന സമയത്ത് BJPയുടെ അജണ്ടയുണ്ടായി എന്ന് നിങ്ങൾ എന്തിനാണ് വ്യാജ വാർത്ത കൊടുത്തത്? ഈ കേരളത്തിൽ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കേസുകളൊന്നും വ്യാജ വാർത്ത. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഇപ്പോഴും അദ്ദേഹത്തിന്റെ ട്വീറ്റിൽ എന്താ പറയുന്നത്? ഛത്തീസ്ഗഡിൻ്റെ മുഖ്യമന്ത്രിയുടെ ട്വീറ്റ് ഞാൻ അങ്ങേക്ക് വായിച്ചു തരാം. എന്താ സംശയമുള്ളത്? ആ ട്വീറ്റിൽ എന്താ ഒരു വിഷമമുള്ള കാര്യം ഒന്ന് പറഞ്ഞേ. അദ്ദേഹത്തിൻ്റെ ട്വീറ്റിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ലേ? ആദ്യം അദ്ദേഹം എന്താ പറഞ്ഞത്? ഒരു മുഖ്യമന്ത്രി എന്ന രീതിയിൽ ഒരു പോലീസ് ഒരു കേസെടുത്ത് ഒരു FIR ഇടുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നിങ്ങൾ കേരളത്തിലെ ശൈലിയും ഛത്തീസ്ഗഡിലെ ശൈലിയും തമ്മിൽ തുലനം ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ആ കാര്യം അവിടുത്തെ ഈ വായിച്ചു തരണ ഒരു ചോദ്യം കൂടി അല്ല വായിച്ചു തരണ ഒരു ചോദ്യം കൂടി അങ്ങ് വായിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണേ. വായിക്കാം. ഇത് എൻ്റെ അടുത്തുണ്ട്, ഞാൻ വായിച്ചു തരാം. വായിച്ചു തരേണ്ട ഒരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ. വായിച്ചു തരാട്ടോ. വായിച്ചു തരാതെ ഒരു കള്ളമാറ്റമില്ല. അതിനിട്ട് മുന്നൊരു ചോദ്യം ഞാൻ അങ്ങയോട് ചോദിച്ചോട്ടെ. ഈ കേരളത്തിലൊരു FIR ഇടുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ കേരളത്തിലൊരു FIR ഇടുന്ന സമയത്ത് പിണറായി വിജയന് ആ FIR-അനുസരിച്ചാണോ സംസാരിക്കുക, അതോ അവിടെ ഒരു FIR ഇടുന്ന സമയത്ത് മുഖ്യമന്ത്രി അതിനപ്പുറത്ത് നിന്നാണ് സംസാരിക്കുക? 1968 മതപരിവർത്തന നിരോധന നിയമം ഛത്തീസ്ഗഡിൽ പാസ്സാക്കിയത് BJP ആണോ? അങ്ങ് അതിനൊന്ന് മറുപടി പറയണം. ഇത് വായിക്കാനൊക്കെ മുൻപ് അതിനൊരു തീരുമാനം അങ്ങേക്ക് അറിയാമല്ലോ അല്ലേ? 1968 മതപരിവർത്തന നിരോധന നിയമം ഉണ്ടാക്കുന്ന സമയത്ത് BJP ആയിരുന്നോ ഛത്തീസ്ഗഡ് ഭരിച്ചിരുന്നത്? BJP ഉണ്ടാക്കിയ നിയമമായിരുന്നോ? ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനൊരു പ്രയാസമുണ്ടായ സമയത്ത് അവിടെ ഒരു പരസ്പര വിരുദ്ധമായിട്ടുള്ള മൊഴികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരികയും സംശയാസ്പദമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന സമയത്ത് നീതിന്യായ സംവിധാനമുള്ള സമയത്ത് സ്വാഭാവികമായിട്ടൊരു കേസെടുക്കുന്ന കേസിൽ നിരപരാധിയാണെങ്കിൽ നിയമപരമായി തന്നെ പുറത്തേക്ക് വരും.
അതിലൊരു സംശയമില്ലാത്ത കാര്യമാണ്. അത് കേരളത്തിലും അങ്ങനെ സംഭവിച്ചു. ഇതേ ഛത്തീസ്ഗഡിലും 11 മാസത്തോളം പള്ളിയിൽ അച്ഛന്മാരെ പിടിച്ചിരുത്തി. അന്നൊന്നും ഭരണഘടന കൂട്ടിനകത്താണെന്ന് തോന്നാത്ത അരുൺകുമാറിന് ഇപ്പോൾ തോന്നുന്നതാണ് അങ്ങയുടെ തലച്ചോറിനെ ഏറ്റിട്ടുള്ള രാഷ്ട്രീയ വിരോധം. ആരോട്? BJP-യോട്. അതിന് വക്രീകരിച്ച് കാണിച്ചിട്ടുള്ള കോൺഗ്രസ് പാർട്ടിക്ക് വിതച്ചു കൊയ്യാൻ വേണ്ടിയുള്ള ഒരു നിലം അങ്ങ് ഒരുക്കി കൊടുക്കുന്നു. അങ്ങ് മാത്രമല്ല, അങ്ങയുടെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം മാധ്യമ പ്രവർത്തകർ എന്ന് പറയട്ടെ. അങ്ങേക്ക് കുറച്ച് കാര്യങ്ങളോട് മറുപടിയുണ്ട്. വിഷ്ണുദാസ് സായി അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ, അതാണ് 3 daughters from Narayanpur were promised nursing training and subsequent job placements. They were handed over to the two nuns Darb station by person for the Narayanpur who were taking the girls to Agra. Though inducement attempt was being made to engage the human trafficking and conversation. This is serious matter related to the women's safety. The investigation in the case is still ongoing. The matter is under a judicial review and the law will take its course. Chhattisgarh is a peaceful state where people of all religious and communities live in harmony. It is extremely unfortunate to give a political color to the issue related to നിങ്ങളെ ആലോചിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ, to issue related to the safety of our basal daughters എന്ന് പറഞ്ഞാൽ അതിൽ എന്ത് തെറ്റുണ്ട്? പോലീസ് ഒരു FIR ഇടുന്നു. FIR ഇടുന്ന സെക്ഷൻസ് എന്ന് പറയപ്പെടുന്നത് കൺവേർഷൻ മതനിരോധന നിയമപ്രകാരം, മതപരിവർത്തന നിരോധന സംശയാസ്പദമായ സാഹചര്യത്തിലിട്ട ഒരു കേസിന് മുഖ്യമന്ത്രി എക്സ്പോസ്റ്റിൽ വന്ന് അത് എൻഡോഴ്സ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നോ? ക്വസ്റ്റ്യൻ നമ്പർ 1. നമ്പർ 2, ഇന്ന് ഛത്തീസ്ഗഡിലെ BJP-യുടെ ഡിജിറ്റൽ പോസ്റ്റ് എന്താണ്? പറയട്ടെ. അതിന് മുന്നേ അല്ല, അങ്ങ് ആദ്യം ചോദിച്ച ചോദ്യത്തിൻ്റെ കുറച്ച് മറുപടികൾ, നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്നും സംസാരിക്കാനുണ്ട്. ആ സംസാരിക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അരുൺകുമാർ എന്ന് പറയപ്പെടുന്ന വ്യക്തിയോട് സംസാരിക്കാനുണ്ട്. അരുൺകുമാറിൻ്റെ ഒരു പോസ്റ്റ്, അരുൺകുമാർ പോക്സോ കേസിൽ ജാമ്യം എടുത്തോ? അങ്ങ് ഇന്റൻഷനിൽ ചെയ്ത പ്രവൃത്തിയാണോ അത്? അങ്ങ് ഏതെങ്കിലും കുട്ടികൾക്ക് ദോഷം ഉണ്ടാവണമെന്ന് വിചാരിച്ച പ്രവൃത്തിയായിരുന്നു? പിന്നെന്തിനാ അങ്ങ് ജാമ്യം എടുക്കേണ്ടി വന്നത്? ഈ കേരളത്തില് പിണറായി ഭരണഘടന ജയിലിലായിരുന്നു. ആഘോഷം നടത്തുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അല്ല, ഇതൊന്ന് കേക്ക് ചേട്ടാ. എന്ത് അടിസ്ഥാനത്തിലായിരുന്നു അരുൺകുമാർ ജാമ്യം എടുത്തത്? നിങ്ങൾ ഇന്റൻഷനിലായിരുന്നു ചെയ്തത്? നിങ്ങൾ അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇന്റൻഷൻ ഉണ്ടായിരുന്നു? കേരളത്തിലെ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ല ഞാൻ ചോദിച്ചോട്ടെ, ഈ സ്വാഭാവികമായിട്ട് എന്തിനായിരുന്നു? നിരപരാധിയായി അല്ലല്ല, ഞാൻ കൃത്യമായിട്ട് പറയട്ടെ. അങ്ങനെ ഒരു സംശയാസ്പദമായിട്ടുള്ള കാര്യത്തിൽ ഒരു വിഷയം വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് പോലീസ് എടുക്കുന്ന നടപടിയെ അവിടുത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ആ നടപടിയുടെ വിഷയങ്ങൾ വലിയ വിഷയങ്ങളാക്കി കോൺഗ്രസ് പാർട്ടി രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് എടുത്ത കാര്യങ്ങൾ പോലീസ് FIR-ന്റെ അടിസ്ഥാനത്തിൽ ഒരു മുഖ്യമന്ത്രി പറയുന്നതിൽ തെറ്റില്ല. രണ്ടാമത്തെ കാര്യം എനിക്ക് കുറെ കാര്യങ്ങൾ പേഴ്സണലി പറയാം. അങ്ങ് പറഞ്ഞത് തന്നെയാണോ? അല്ലല്ല, അതിന് വാദമുണ്ട്. താങ്കൾക്ക് ഇതിൽ വേണമെങ്കിൽ 30 സെക്കൻഡ്സ് അധികം നൽകാം. എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എനിക്ക് താങ്കളോട് സംസാരിക്കാനുണ്ട്, പക്ഷേ എനിക്ക് മറ്റെല്ലാ അതിഥികളെയും കേൾക്കണം. ഉല്ലാസ്, എനിക്ക് മറ്റെല്ലാ അതിഥികളെയും എനിക്ക് കേൾക്കണം. എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് മറ്റു ചോദ്യങ്ങളുണ്ട്. എനിക്ക് മറ്റു അതിഥികളിലേക്ക് പോകാൻ സമയമില്ല. എനിക്ക് ഒട്ടേറെ ചോദ്യങ്ങൾ താങ്കളോട് തന്നെയുണ്ട്. അരുൺകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടെന്ന് അതിനകത്ത്. അരുൺകുമാർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടെന്ന്. അനൂപ് ആന്റണിയുടെ അനൂപടി എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയെ കുറിച്ച് കുമ്മനടി എന്ന് പറഞ്ഞപ്പെടുന്ന ഞങ്ങളുടെ ബഹുമാനനായിട്ടുള്ള നേതാവിനെ കുറിച്ചും ഇന്നത്തെ ജനറൽ സെക്രട്ടറിയെ കുറിച്ചും അനൂപടി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കാണിച്ചിട്ടുള്ള നാളെ നിങ്ങൾ ഉയർത്തി കാണിച്ചിട്ട് കാര്യമില്ല. നിങ്ങളുടെ അവിടെ എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഈ സിസ്റ്ററിന്റെ സഹോദരന്റെ തോളിൽ റോജി എം ജോൺ കൈവച്ച് നിൽക്കുമ്പോൾ, ആ റോജി എം ജോണിനെ എൻഡോഴ്സ് ചെയ്യുമ്പോൾ ഒരു തോളിൽ 2 കൈകൾ വരുന്ന കാഴ്ചയെ നമ്മൾ കാണുന്നത്. ഒരു തോളിൽ 2 കൈകൾ വരുന്ന കാഴ്ച നാണമില്ലേ അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു? എന്നിട്ട് 12,000 കിലോമീറ്റർ ഓടിയത്രേ. 12,000 കിലോമീറ്റർ ഓടി എന്നാണോ ഈ പറയുന്നത്? എന്താണ് ഉല്ലാസ് ബാബു? ഉല്ലാസ് ബാബു, നിങ്ങൾ നിങ്ങളുടെ സംസ്കാരത്തിനനുസരിച്ച് സംസാരിച്ചോളൂ. നിങ്ങൾ നിങ്ങളുടെ സംസ്കാരത്തിനനുസരിച്ച് സംസാരിച്ചോളൂ. അത് അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, ഒറ്റ കാര്യമേ എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ളൂ. ഒരാളുടെ തോളിൽ ഒരാൾ കൈവച്ച് നിൽക്കുമ്പോൾ അയാളെ തന്നെ സഹോദരനെ വിളിച്ച് റോജി എം ജോണിന്റെ മാറത്ത് ചാരി നിൽക്കുമ്പോൾ അനൂപ് ആന്റണി എന്ന് പറയുന്ന BJP-യുടെ നേതാവ് അയാളുടെ തോളിൽ കൈയിടാൻ നടത്തുന്ന ശ്രമം അത്യന്തം അപഹാസ്യമായിരുന്നു. അതാണ് നമ്മൾ കണ്ടത്. ആ ദൃശ്യങ്ങൾ താങ്കൾക്ക് വേണമെങ്കിൽ ഒരിക്കൽ കൂടി കാണാം.
അത് താങ്കൾക്ക് എങ്ങനെ അറിയാം? താങ്കൾ മനഃപൂർവ്വം അനൂപിനെ കളിയാക്കാൻ വേണ്ടിയിട്ട് എന്നോട് ചോദിച്ചതാണെന്ന് എനിക്കറിയാം. ഇത് താങ്കൾ മനഃപൂർവ്വം അനൂപ് ആന്റണിയുടെ ഈ ദൃശ്യങ്ങൾ എന്നെ കൊണ്ട് കാണിപ്പിക്കാൻ വേണ്ടി ചോദിച്ചതാണെന്ന് എനിക്കറിയാം. താങ്കളുടെ റിപ്പോർട്ടർ അല്ല, അതെനിക്കറിയാം. അല്ല, അത് ഉല്ലാസ് ബാബു എന്നെ കൊണ്ട് ഈ ദൃശ്യങ്ങൾ കാണിപ്പിക്കുകയാണ്. ഉല്ലാസ് ബാബു എന്നെ കൊണ്ട് ഈ ദൃശ്യങ്ങൾ കാണിപ്പിക്കുകയാണ്. അത് നിങ്ങൾ പാർട്ടിക്കുള്ളിലുള്ള ആഭ്യന്തര സംഘർഷം നിങ്ങൾ അവിടെ തീർത്തോണം. അടുക്കൽ ഉല്ലാസ് ബാബു അത് എന്റെ മേളിലേക്ക് വെച്ച് കയറ്റരുത്. ഒരു നിമിഷം അടുക്കൽ ഉല്ലാസ് ബാബു, ഒരു നിമിഷം. എനിക്ക് മറ്റതിലേക്ക് കൂടി പോകണം. നമുക്ക് അനൂപ് ആന്റണി അവിടെ എത്തുന്നതിന് മുൻപ് റോജി എം ജോണിന്റെ ശരീരത്തെ കെട്ടിപ്പിടിച്ച് ആ സഹോദരൻ കരയുന്ന കാഴ്ചയാണ് താങ്കൾ കാണുന്നത് ഉല്ലാസ് ബാബു. എന്നിട്ടൊരു നാണവും ഇല്ലാതെ ഒരു ഉടുപ്പും ഇല്ലാതെ അദ്ദേഹത്തിന്റെ തോളിൽ കൈയിടാൻ എങ്ങനെ തോന്നി അനൂപിന്? അതാണ് എന്റെ ചോദ്യം. ഈ ചോദ്യങ്ങളൊക്കെ അനൂപിനെതിരെ എന്നെ കൊണ്ട് താങ്കൾ ചോദിപ്പിക്കുന്നതാണ്. ഇത് അനൂപ് ആന്റണിക്ക് ഗുണകരമായ ചോദ്യങ്ങളെന്ന് അനൂപ് ആന്റണിക്ക് അറിയാം. ഉല്ലാസ് ബാബു ഒരു നിമിഷം. താങ്കൾ വെറുതെ ഇരുന്ന് ശബ്ദം ഉണ്ടാക്കി ഈ ചർച്ച ആരംഭാക്കിയിട്ട് ഒരു കാര്യമില്ല. എനിക്ക് CPM പ്രതിനിധിയിലേക്ക് പോകണം. ഇവിടെ യൂത്ത് ലീഗ് മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയോട് എനിക്ക് ഇടവേളയുണ്ട്. ഞാൻ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. ജോൺ ബട്ടാസിലേക്ക് ഷോർട്ട് ബ്രേക്ക്. Debate with Dr. Arun Kumar.